ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. ഒന്ന് ചലിക്കാൻ പോലും പരസഹായം വേണ്ടി വരുന്ന നിസ്സഹായത, അതാണ് കുട്ടൻ. പക്ഷേ രാധാമണിയുടെ ആരോപണങ്ങൾ ശക്തമാണ്. മകളുമായി വീട്ടുവേല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ വാക്കുകൾ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ലല്ലോ. കേൾക്കാം. ആദ്യമായിട്ട് എന്താ സംശയം കാണിച്ചത്? ആദ്യത്തെ സംശയം എന്തായിരുന്നു? ഞാൻ പിള്ളേരോടൊക്കെ മിണ്ടിയും പറയുകയൊക്കെ ചെയ്യും. പിള്ളേർ എന്നെ മാമ മാമ എന്നൊക്കെ വിളിക്കും. അന്നേരത്തേക്ക് വിചാരിക്കുന്നത് ഏത് പിള്ളേര്? എൻ്റെ അടുത്തുള്ള പിള്ളേർ, വീട്ടിൻ്റെ പരിസരത്തുള്ള പിള്ളേർ. അങ്ങനെ ആ പിള്ളേരെ വെച്ച് എല്ലാവരും പറയുന്നത്. അവരെ കുറിച്ച് എല്ലാം പറയും. നിങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? പിന്നെ അവർ പറഞ്ഞത്, രാധാമണി അങ്ങനൊന്നും ഇല്ല, അതൊക്കെ നിൻ്റെ തോന്നലുകളാണ്, നീ എൻ്റെ കൂടെ ജീവിക്കാൻ നോക്ക്, ഒരു കുഞ്ഞില്ലേ, ഇങ്ങനെല്ലാം പറഞ്ഞു. ഞാനിവരുടെ ഈ പ്രശ്നത്തിന് 2-3 പ്രാവശ്യം അവിടെ മധ്യസ്ഥയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാനാണെങ്കിൽ രണ്ടുപേരും പരസ്പര സംശയാലുക്കളാണ്. അതാണ് പ്രധാന കാരണം, ഇവരുടെ വഴക്കിന് പ്രധാന കാരണം. രണ്ടുപേരും തങ്ങളെ സംശയമാണ്. ഇനി കുട്ടനെ പറ്റി പറയാനാണെങ്കിൽ മോശമായ അഭിപ്രായം എനിക്ക് പറയാനില്ല. ഇനി എനിക്കുണ്ടായ അനുഭവം, ഞാൻ ഇവിടെ മധ്യസ്ഥയ്ക്ക് വന്നപ്പോഴേ ഈ രാധാമണിയോട് പറഞ്ഞാൽ കാണിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ, അതാ ഞാൻ പറയുന്നത്. വെപ്രാളം കാണിക്കുന്നതാണ് ഒരു തെളിവ്. കുട്ടൻ, എന്താ ഇതിൻ്റെ ഒരു പരിഹാരം? ഇവിടെ നീ ഇങ്ങനെ ഈ കൂടെ വന്നാൽ നിങ്ങൾ സ്വീകരിക്കോ? രാധാമണി വന്ന ഇതല്ലേ ഉള്ളി കിടക്കുന്നത്, പിന്നെ എങ്ങനെ സ്വീകരിക്കാൻ തോന്നുന്നു? സമാധാനമില്ല അല്ലേ ജീവിതത്തിൽ? എന്നും അതേ ഉള്ളു. ഞാൻ കമ്പ് കൊടുത്തോണ്ട് പോകുന്നത് എന്തിനാ? എനിക്ക് ഈ സ്വിച്ച് ഒന്നും എത്തത്തോണ്ട് ഞാൻ അവരുടെ ചേട്ടന് ഇത് സമ്മതമാണോ? ഇവരെല്ലായിട്ട് നിന്നുകൊണ്ട് ഉള്ള പ്രവർത്തികളായത്. അല്ലല്ല, ഇവരുടെ ചേട്ടത്തി ഇവരോട് പോകുന്നത് സമ്മതമാണോ? ആ ചേട്ടനോടും ഒക്കെ ഇവിടെ വന്നിരുന്ന് TV കാണുമ്പോൾ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ എനിക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ പറയുമെന്ന്. അല്ലെങ്കിൽ ചേട്ടൻ അറിഞ്ഞു ഇവിടെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ എന്നും ഇതേ ഉള്ളു. അവളുടെ അടുത്ത് പറഞ്ഞു നേടാനേ പറ്റത്തില്ല. ആവശ്യമില്ലാതെ പെണ്ണുങ്ങളെയും കുറിച്ച് സംസാരിച്ചുകൊണ്ട് അയലോക്കത്ത് പോയിരുന്നു. ഇനിയിപ്പോൾ അഥവാ അവിടെ വന്നു കഴിഞ്ഞാൽ, ഇനി അടുത്ത എന്തുവന്നറിയാം, അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെയാണ് എനിക്ക് വല്ല സഹായങ്ങൾ ചെയ്തത് എന്നതിനെക്കുറിച്ച് അറിയും. പിന്നെ രാത്രി ഇതിനെക്കുറിച്ചായിരിക്കും ചർച്ചകൾ. ഞാൻ പെരയുടെ അപ്പുറത്തൂടെ അങ്ങോട്ട് പോയി കക്കൂസിൽ രാവിലെ പോകുമ്പോൾ ഉണ്ടല്ലോ, പെരയ്ക്ക് അവിടെ നിന്ന് മറഞ്ഞ് നിന്ന് നോക്കും. അപ്പോൾ അതിൻ്റെ നേരെ താഴെ ഈ പറഞ്ഞ വീടുകളല്ല. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ സ്വീകരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവളവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ മിക്ക ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എത്ര ദിവസം എൻ്റെ ഒരു കറങ്ങുന്ന വണ്ടിയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ പാറമടയുണ്ട്. ഈ പാറമട ഇപ്പം ടിപ്പർ പോവും. ഇവിടെ എന്ന് പറയുന്നത് എന്തോന്നറിയാം, രാവിലെ വന്ന് തന്ത മരിച്ചു കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ് വന്ന് ഞാൻ ചോദിച്ച്, നീ തടിയാ കുഞ്ഞിനെങ്കിലും അങ്ങോട്ട് ഇറക്കി വിടാൻ, എനിക്ക് പേടിയാ, എൻ്റെ കൂടെ ജീവിക്കാനും അവൾക്ക് പേടിയാന്ന് അവള് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞങ്ങൾ അന്ന് പിണങ്ങി പോയേക്കുമായിരുന്നു. പിണങ്ങി പോയ സമയത്തായിരുന്നു ഇവിടെ അച്ഛൻ മരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, നിനക്ക് എൻ്റെ വീട്ടിൽ പോകുക, നീ പോയാൽ പോരെ, നീ നിന്റെ ആങ്ങളെ ആരോട് മിണ്ടുന്നുണ്ട്, അവൻ എവിടെ ചെന്ന് കയറി, നീ ചോദിക്കേണ്ട കാര്യം എന്തുവാ? ഞാൻ കണ്ടതാണ്. ഉടനെ അവള് പറഞ്ഞു, ഞാൻ കണ്ടതാണ്. ഞാനല്ല അത് പറഞ്ഞത്, എൻ്റെ നാത്തൂൻ തന്നെ എന്നോടും പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചു. അപ്പൊ ഞാൻ സംസാരിക്കുന്നു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. അടിമേടിച്ചോ? ഇത്തരം ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കുണ്ടോ? എങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 695034. ടെലിഫോൺ 9847820096.